നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടാവുകയും പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേൽക്കുകയും ചെയ്തിട്ടും സർക്കാർ സംവിധാനങ്ങളുടെ ഡിജിറ്റൽ ഇടങ്ങളിൽ ഇപ്പോഴും പഴയ ഭരണാധികാരിയുടെ സാന്നിധ്യം തുടരുന്നത് കടുത്ത അനാസ്ഥയായി മാറുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പൊതുജന പരാതി പരിഹാര സെൽ CMO അഥവാ പബ്ലിക് ഗ്രീവിയൻസ് സെൽ വെബ്സൈറ്റിൽ ഇപ്പോഴും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും പേരുമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി മാറിയ വിവരം സർക്കാർ വെബ്സൈറ്റുകൾ പരിപാലിക്കുന്ന CDIT അറിഞ്ഞില്ല എന്ന ചോദ്യമാണ് ഈ ഗുരുതരമായ വീഴ്ചയിലൂടെ പൊതുസമൂഹം ഉയർത്തുന്നത്. ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്ന തലക്കെട്ടോടെയുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു ചിത്രമാണ് സൈറ്റിന്റെ ഹോം പേജിൽ ഇപ്പോഴുമുള്ളത്. cmo.cdit.org എന്ന പൊതുജന പരാതി പരിഹാര സെല്ലിൽ കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ പൊതുജന പരാതി പരിഹാര സെല്ലിൽ ചിത്രം വീണ്ടും മാറുകയാണ്. പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതികൾ സമർപ്പിക്കാനും സർക്കാരിന്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് IT അധിഷ്ഠിതമായി വേഗത്തിൽ പരിഹാരം കാണാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണിത്. തപാൽ വഴിയും ഓൺലൈൻ വഴിയും ലഭിക്കുന്ന പരാതികൾ സ്വീകരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി സമയബന്ധിതമായി തീർപ്പാക്കുക എന്നതാണ് ഈ സെല്ലിന്റെ പ്രധാന ലക്ഷ്യം. ഇത്രയും സുപ്രധാനമായൊരു പോർട്ടലിലാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ മുഖ്യമന്ത്രിയുടെ ചിത്രം അപ്ഡേറ്റ് ചെയ്യാതെ മുൻ മുഖ്യമന്ത്രിയുടെ ചിത്രം വെച്ച് CDIT ഒളിച്ചുകളി നടത്തുന്നത്. ഇതേ സെല്ലിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ നേരിട്ടെത്തുന്നവർക്ക് പരാതി നൽകാനും സമർപ്പിച്ച പരാതികളുടെ നിലവിലെ അവസ്ഥ SMS വഴിയോ 1076 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയാനുള്ള സ്വാതന്ത്ര്യം എന്ന ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും ഇതിനൊപ്പമുണ്ട്. പരാതികൾ സ്വീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന പ്രധാന കേന്ദ്രമായി പരാതി പരിഹാര സെൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ സഹായിക്കാനുള്ള കസ്റ്റമർ സർവീസ് വിഭാഗമായാണ് സാന്ത്വനം പ്രവർത്തിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ സങ്കടങ്ങളും പരാതികളുമായി ദിവസേന ആശ്രയിക്കുന്ന ഈ രണ്ട് പ്രധാന ഡിജിറ്റൽ സംവിധാനങ്ങളുടെയും ഹോം പേജിലാണ് ഈ വലിയ വീഴ്ച ദൃശ്യമാകുന്നത്. ഭരണം മാറി പുതിയ മുഖ്യമന്ത്രി വന്നിട്ടും ഔദ്യോഗിക പോർട്ടലുകൾ കൃത്യസമയത്ത് പരിപാലിക്കുന്നതിൽ IT വകുപ്പിനും CDIT-നും ഉണ്ടായ വീഴ്ച സർക്കാരിന് എന്തായാലും വലിയ മാനക്കേടായി മാറിയിരിക്കുകയാണ്.